ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ദേഹത്തിലിരുന്നു കൊണ്ട് ആ പരമാത്മാവിൻ്റെ വൈഭവം കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ദേഹത്തിനായിട്ട് ദാഹിച്ചത്, അല്ലെങ്കിൽ ദേഹത്തിനായിട്ട് ആഗ്രഹിച്ചത്. പക്ഷേ ദേഹത്തിൽ വന്നതോടുകൂടി ദേഹി താൻ ആരാണെന്ന കാര്യം മറന്നു. താൻ കണ്ടതും കേട്ടതുമായ എല്ലാ വിഷയങ്ങളും സത്യമാണെന്ന് ഭ്രമിച്ച് അവയുടെ പുറകെ പോയി തൻ്റെ സ്വരൂപത്തെ ഓർമ്മിക്കാനും തൻ്റെ സ്വരൂപത്തെ ആസ്വദിക്കാനും സാധിക്കാതെ വരുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ഈ സ്വരൂപത്തെ അറിയാതെ ദേഹി ഓരോ ദേഹത്തെ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇത് തുടരുന്നു. അതാണ് പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. അത്യന്തം വിസ്തൃതമാണ് ജനിക്കുക മരിക്കുക എന്നത്. അത് ആ ഈശ്വരൻ്റെ കൃപ കൊണ്ട് മാത്രമേ അതിൽ നിന്ന് വിമുക്തമാവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പറയുന്നു, ദേഹമോരോ നെടുത്തണിയുമ്പോഴും ദേഹമോരോ നടിച്ചെറിയുമ്പോഴും ദേഹിയായി തന്നെ വർത്തിച്ചിടും ദേഹസംബന്ധ ഭാവമില്ലൽപ്പവും. എത്ര വലിയ ഒരു വാസ്തവമാണ് ഈ 4 വരിയിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ദേഹമോരോന്നെടുത്തണിയുമ്പോഴും എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴും ദേഹമോരോന്നെടുത്തണിയുമ്പോഴും ആരാണിയുന്നത്? ദേഹി തൻ്റെ ഇച്ഛപ്രകാരം തൻ്റെ സ്വേച്ഛപ്രകാരം ഓരോ ദേഹം എടുത്ത് അണിയുന്നു. ഓരോ കുപ്പായമിട്ട് പലതരത്തിലുള്ള കുപ്പായം നാം അടിച്ച് ഷെൽഫ് വെച്ചിരിക്കുന്നു. അതിൽ നിന്ന് തനിക്കിഷ്ടപ്പെട്ട ഒന്നെടുത്ത് അണിയുന്നത് പോലെ ദേഹം ഓരോന്നെടുത്തണിയുമ്പോഴും ദേഹം ഓരോന്നഴിച്ചെറിയുമ്പോഴും. ഒരു ഉടുപ്പഴി നാം ധരിച്ചു കഴിഞ്ഞു, അതിലൂടെ കുറേ വിഷയഭോഗങ്ങൾ അനുഭവിച്ചു. അത് കഴിഞ്ഞ് അത് പറ്റാതെയാകുമ്പോൾ, അതിൻ്റെ ഉപയോഗം തീരുമ്പോൾ നാം അത് ഊരി വയ്ക്കുന്നു. ജോലിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് നാം ധരിച്ച് ജോലി സ്ഥലത്തെല്ലാം ആ ഡ്രസ്സുമായി കഴിഞ്ഞ് പിന്നീട് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ആ ഡ്രസ്സ് അഴിച്ചു മാറ്റി വയ്ക്കുന്നു. അപ്രകാരം ആണ് ദേഹം ഓരോന്നെടുത്തണിയുമ്പോഴും ദേഹം ഓരോന്നഴിച്ചെറിയുമ്പോഴും ദേഹിയായി തന്നെ വർത്തിച്ചിടും. ദേഹി അപ്പോഴും ദേഹിയായി തന്നെ ഇരിക്കുന്നു. ദേഹിക്കൊരു മാറ്റവുമില്ല. ഇവിടെ മാറ്റം വരുന്നത് ദേഹത്തിനാണ്. അതാണ് കുഞ്ഞായി വന്നതും അതാണ് പിന്നീട് പരിണമിച്ച് ബാല്യ കൗമാര യൗവന വാർദ്ധക്യാദി ദശകളെല്ലാം തന്നെ ഈ ദേഹത്തിനാണ്. ഇതെല്ലാം തരണം ചെയ്ത് ആദ്യം ആ ദേഹത്തെ എടുത്ത് അണിഞ്ഞു. പിന്നീട് ഈ പരിണാമങ്ങൾ വന്ന ശേഷം അതിനെ അഴിച്ചു മാറ്റി വയ്ക്കുമ്പോഴും ദേഹിയായി തന്നെ ഇരിക്കുന്നു. ദേഹിയും ദേഹവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് ബോധിക്കണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ. ദേഹിയും ദേഹവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് സ്വാനുഭവത്തിലൂടെ നമുക്ക് വ്യക്തമായാൽ നാം എന്ന് പറയപ്പെടുന്ന ഈ ശക്തിവിശേഷം ആ പരമാത്മാവാണെന്ന് സത്യം ബോധിക്കും. അത് ബോധിക്കുമ്പോൾ ഈ ദേഹിയിൽ വന്നു ചേർന്നിരിക്കുന്ന കർമ്മവാസനകളെല്ലാം തന്നെ ക്ഷയിക്കുന്നു. അത് ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ദേഹം സ്വേച്ഛപ്രകാരം ഉപേക്ഷിക്കാൻ സാധിക്കുന്നു.
ആ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഒരു വിഷമവും ഉണ്ടാവില്ല. അപ്പോൾ ജീർണിച്ച വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ മാത്രമേ സാധിക്കൂ. എന്നാൽ എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ കഴിയില്ല. ഇങ്ങനെ കഴിയണമെങ്കിൽ അതിൻ്റേതായ അറിവും വേണം, ആചരണവും വേണം. ആ അറിവും ആചരണവുമുള്ള വ്യക്തിക്ക് ഈ ദേഹം ജീർണിക്കുമ്പോൾ അതിനെ ഉപേക്ഷിക്കാൻ കഴിയുന്നു. ആ ഉപേക്ഷിക്കലാണ് സമാധി എന്ന് പറയുന്നത്. ആ സമാധി അവസ്ഥ ഏറ്റവും ആനന്ദപ്രദമായ ഒന്നാണ്. അവിടെ ഭയമില്ല, പരിഭ്രമമില്ല, നഷ്ടബോധമില്ല. താൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ സന്തോഷം മാത്രമല്ലേ ഉണ്ടാകൂ. അതുപോലെയാണ് സമാധി ആവുക എന്നത്. ഈ ദേഹത്തെ ജീർണിച്ച് വലിച്ചെറിയുന്നു ഒരു ഭയവുമില്ലാതെ. എന്നാൽ മരണമെന്ന് പറയുന്നത് ഇതല്ല. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. അത് ഈ ആത്മതത്വങ്ങളൊന്നും അറിയാതെ താൻ ഈ ദേഹി ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയപ്പെടുന്ന ഈ സുഖങ്ങളിൽ മാത്രം ഭ്രമിച്ച് ഇതിനപ്പുറം ഒന്നുണ്ട് എന്നറിയാതെ വരുന്നു. ആ വിഷയഭോഗങ്ങളെ അനുഭവിക്കാൻ ശരീരത്തിന് പറ്റാതാകുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നു. ശരീരം ജീർണിച്ചു വരുമ്പോൾ ഭയപരിഭ്രമങ്ങൾ ഉണ്ടാകുന്നു. മരിക്കുമ്പോൾ അതിലധികം പരിഭ്രമവും. താൻ ആഗ്രഹിച്ചു വെച്ച ആഗ്രഹങ്ങളുടെ കൂമ്പാരം ഒന്നൊന്നായി ദേഹം ജീർണിച്ച് കഴിയുമ്പോൾ തലപൊക്കുകയും തന്നെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെ ദുരാചാരങ്ങൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ദുഃഖിതനായിരിക്കും. സദാചാരങ്ങളാണെങ്കിൽ അയാൾ സുഖിയായിരിക്കും. നല്ല സത്യം, ദയ, കാരുണ്യം, പരോപകാരം മുതലായവ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഈ ദേഹം പോയി കഴിയുമ്പോഴും അയാൾ ശ്രേഷ്ഠമായ പ്രകാശലോകത്തിലേക്ക് ഗമിക്കുന്നു. എന്നാൽ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ ദുഷ്കർമ്മങ്ങൾ ധാരാളം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ ഇതല്ല. അതിന് ഈ ദേഹത്തെ വിടാൻ ഒട്ടും മനസ്സില്ല. ഭയവും പരിഭ്രമവും ദേഹത്തോടും ദേഹസംബന്ധിയായ എല്ലാ ബന്ധുമിത്രാദികളോടും ശത്രുമിത്ര ഭാവങ്ങൾ വർദ്ധിച്ച് വിട്ടുപോകാൻ മനസ്സില്ലാതെ തൻ്റെ വീടിനോടും തൻ്റെ സമ്പത്തിനോടും അത്യധികമായ ഭയവും പോകാൻ മനസ്സില്ലാതെ ഇതിൽ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ആഗ്രഹം ഒന്നും തന്നെ സഫലമാകാതെ ദേഹം താൻ പഞ്ചപ്രാണങ്ങൾ ഇതിൽ നിന്ന് വിട്ട് ഈ ദേഹം നിശ്ചലമാകുന്നത് ദയനീയമായി നോക്കിക്കാണേണ്ടി വരുന്നു. ഇതാണ് മരണം എന്ന് പറയുന്നത്. ഭയപരിഭ്രമങ്ങളോട് കൂടിയതാണ് ഭയം എന്നത്. എന്നാൽ സമാധി അപ്രകാരമല്ല. അത് ധ്യാനാനുഭവത്തിൽ കൂടി ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിക്കാണ് സമാധി അവസ്ഥ അനുഭവമാകുന്നത്. അതിന് സന്യാസി ആവണമെന്നില്ല. പക്ഷേ സന്യാസി വേഷം കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അത് തൻ്റെ ഉള്ളിൽ വരുന്ന പരിണാമം കൊണ്ടാണ് ഈ സമാധി അവസ്ഥ കൈവരിക്കാൻ സാധിക്കുന്നത്. അതിന് തൻ്റെ എല്ലാ കർമ്മവാസനകളും ക്ഷയിച്ച് താൻ ആ ഈശ്വരനും താനും ഒന്നായിത്തീരുമ്പോൾ താൻ ഈ ദേഹസ്ഥനല്ല എന്നും ദേഹത്തിൻ്റെ അടിമയല്ല എന്നും ദേഹത്തിൻ്റെ ഉടമയാണ് എന്ന ബോധമുണ്ടാകുന്നു. ദേഹോഹബുദ്ധി വളർന്നാൽ താൻ ദേഹം നയിക്കും, ദേഹത്തിൻ്റെ അടിമയാണ്. എന്നാൽ ആത്മോഹബുദ്ധി വളർന്നാലോ നാം ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകനാണ്. ആ നിയാമകനായിക്കഴിഞ്ഞ ഒരു വ്യക്തി ദേഹം ഉപേക്ഷിക്കുന്നത് സമാധിയും ദേഹത്തിൻ്റെ അടിമയായി ദേഹത്തിൽ അത്യധികമായ മോഹത്തോടുകൂടി ഇവിടെയുള്ള ആഗ്രഹങ്ങൾ ബാക്കിയാക്കി വെച്ചുകൊണ്ട് താൻ ആഗ്രഹിച്ചതൊന്നും സാധിക്കാതെയും ഒട്ടൊക്കെ സാധിച്ചും ഇരിക്കുന്ന ദുഃഖകരമായ ഒരവസ്ഥയിൽ ദേഹം ഉപേക്ഷിക്കേണ്ടി വരുന്നത് മരണവുമാണ്. മരണം സംഭവിക്കുന്ന ഒരു വ്യക്തി വീണ്ടും ദേഹം എടുത്തേ പറ്റൂ. എന്നാൽ സമാധിസ്ഥനായ ഒരു വ്യക്തി തൻ്റെ ഇച്ഛപ്രകാരം തനിക്ക് വേണമെങ്കിൽ ദേഹത്തിലേക്ക് വരാം.
അവർക്ക് പിന്നെ ദേഹത്തിനോട് ഒരു മോഹവും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ളവരാണ് അവതാരങ്ങൾ. വേണമെങ്കിൽ തനിക്ക് തൻ്റെ ഇച്ഛപ്രകാരം തനിക്ക് ഒരു ദേഹം സ്വീകരിക്കുകയും എപ്പോൾ വേണമെങ്കിലും ആ ദേഹത്തെ ഉപേക്ഷിക്കാനും സാധിക്കുന്നവരാണ് സമാധിസ്ഥരായവർ. അവരാണ് ആ ബ്രഹ്മത്തെ അറിഞ്ഞ മഹത്തുക്കൾ. ആ ബ്രഹ്മഭാവം അറിയാനാണ് ഇവിടെ ദേഹിയായി മാറിയതും ദേഹം എടുത്തതും ആ ദേഹം സന്ദർഭം വരുമ്പോൾ അഴിച്ച് ഉപേക്ഷിക്കുന്നതും സ്വീകരിക്കുന്നതും എല്ലാം ആ പരമ സത്യത്തിൻ്റെ പൊരുളാണെന്ന പരമാർത്ഥം നാം മനസ്സിലാക്കണം എന്ന് നിരന്തരം നമ്മൾ ബോധിക്കേണ്ടതാണ്.